എല്ലാവർക്കും വിനീത പ്രണാമങ്ങൾ, സ്നേഹോഷ്മളമായ സ്വാഗതം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാരദാം ഭോജവദനാംബുജേ സർവദാ അസ്മാകം സന്നിധിം ക്രിയാത്. സരസ്വതീം ച താം നൗമി വാഗധിഷ്ഠാതൃദേവതാം ദേവത്വം പ്രതിപദ്യന്തെ യദനുഗ്രഹതോ ജനാം. ഓം മഗ്നേ ലോകേംബുരാശോ നളിനഭവനുതാ വിഷ്ണുനാ കാരയിത്വാ ചക്രോൽകൃപ്തോരുകാണ്ഡം മധുമഭിഭയദം കൈഡഭം ചാതിഭീമം. പത്മോൽപത്തേ പ്രഭൂതം ഭയമഭിരിബുധോ യാഹരൽ സാനുകമ്പാ സാസ്മാകം വൈരിവർഗം ശമയതു തരസാ ഭദ്രദാ ഭദ്രകാളീ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. 14ാമത്തെ നാമം കുരുവിന്ദ മണിശ്രേണി കനക്കോടീര മണ്ഡിത. 14ാമത്തെ നാമം, അതിനെക്കുറിച്ചും ചിന്തിക്കാം നമുക്ക്. കുരുവിന്ദമണിശ്രേണി കനക്കോടീരമണ്ഡിത എന്ന് പറഞ്ഞാൽ എന്താ? കുരുവിന്ദ എന്ന് പറഞ്ഞാൽ പത്മരാഗക്കല്ല്, ഇത് രത്നമാണത്. മാണിക്യം എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ദേവിയുടെ കിരീടത്തെ കുറിച്ചാണ് വാഗ്ദേവതമാര് പറയുന്നത് അല്ലെ. മുടിയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ അടുത്തത് എന്താണ്? കേശാദി പാദത്തിലെ അലങ്കാരത്തില് കിരീടമാണ്. അപ്പൊ കിരീടത്തിന്റെ അഭൗമമായ ആ മഹാത്മ്യം വർണ്ണിക്കുകയാണ് വാഗ്ദേവതമാര് ചെയ്യുന്നത്. കുരുവിന്ദം എന്ന് പറഞ്ഞാല് പത്മരാഗക്കല്ല് അല്ലെങ്കിൽ മാണിക്യ കല്ല് എന്നൊക്കെ പറയാറ്. ചുവപ്പ് നിറമാണത്. അപ്പൊ അതിന്റെ കൂട്ടം കുരുവിന്ദമണിയുടെ ശ്രേണി, കുരുവിന്ദമണി ശ്രേണി. കോടീരം എന്ന് പറഞ്ഞാൽ കിരീടമാണ്. അപ്പൊ കിരീടത്തില് ഈ കുരുവിന്ദമുണ്ട്, കുരുവിന്ദമണിയുണ്ട്, പത്മരാഗ കല്ല് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ. അപ്പൊ ഭഗവതിയുടെ കിരീടം പത്മരാഗ കല്ലുകൊണ്ട് അല്ലെങ്കിൽ കുരുവിന്ദമണി കൊണ്ട്, അതിന്റെ ശ്രേണി കൊണ്ട് നിറയെ പതിച്ചിട്ടുണ്ട് അതില്. അതുകൊണ്ട് അങ്ങനെയുള്ള കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടവൾ എന്ന് ആ നാമത്തിന് അർത്ഥം വരുന്നു. നമ്മള് ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം ഇങ്ങനെയുള്ള തുടങ്ങിയ സൗരഭ്യ പുഷ്പങ്ങളാല് അലങ്കൃതമായ ആ കാർകൂന്തലിന് മുകളില് അതിമനോഹരമായിട്ടുള്ള കിരീടം ധരിച്ചിട്ടുണ്ട്. ആ കിരീടത്തില് പത്മരാഗ കല്ല് പതിച്ചിട്ടുണ്ട്. അങ്ങനെ പത്മരാഗ കല്ല് പതിച്ചിട്ടുള്ള കിരീടത്തോടു കൂടി ശോഭിക്കുന്നവൾ എന്ന് വാഗ്ദേവതമാര് പറയുന്നു. അപ്പൊ കിരീടാലങ്കാരമാണ്, അല്ലെങ്കിൽ കിരീടത്തെക്കുറിച്ചാണ് 14ാമത്തെ നാമത്തിൽ പറയുന്നത്.
കുരുവിന്ദമണിശ്രേണി കനകോടീര മണ്ഡിത. പത്മരാഗക്കല്ലിന് സ്വാഭാവികമായിട്ടും ഒരു ചുവപ്പ് നിറം ഒക്കെയാണുള്ളത്. ഇതിന്റെ പ്രത്യേക ഗുണം എന്ന് പറഞ്ഞാൽ പരസ്പരം ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ്. അത്രയും ഐശ്വര്യ വർധനവിന് വളരെ നല്ലതാണ് ഈ പത്മരാഗം ഒക്കെ, ആ കല്ല് വെച്ചുള്ള മോതിരമോ ഒക്കെ ഇടുന്നത്. അപ്പൊ ഭഗവതി അലങ്കാര ഭൂഷിതയാണ്. അപ്പോൾ അലങ്കാരത്തോടു കൂടി അഭൗമമായ സൗന്ദര്യത്തോടു കൂടി നമ്മൾക്ക് കാണുമ്പോൾ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവതിക്ക് വേണ്ടിയിട്ടല്ല. ഭക്തർക്ക് അത് കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഐശ്വര്യം കിട്ടണം ഭഗവതി. അപ്പോ ആ അലങ്കാരം, ആ ഭഗവതിയുടെ കിരീടത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ മാണിക്യക്കല്ല് അല്ലെങ്കിൽ പത്മരാഗമൊക്കെ കാണുമ്പോൾ അത് ഐശ്വര്യത്തിന്റെ പ്രതീകവും കൂടിയാണ്. അപ്പൊ ഭഗവതിയെ ആരാധിക്കുന്ന തൊഴുന്ന ഭക്തന്മാർക്ക് കൂടെ അതിന്റെ ഗുണം വരുന്നു എന്നുള്ളതാണ്. ഈ സൗന്ദര്യ ലഹരിയിലെ 42-ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, ഗദൈർ മാണിക്യത്വം ഗഗനമണിഭി സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതിയ സ നീടേ യച്ഛായാച്ഛുരണശബളം ചന്ദ്രശകലം ധനു ശൗനാസീരം കിമിതി ന നിബധ്നാതി ധിഷണാം. ആചാര്യസ്വാമികൾ 42-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണതെന്ന് അറിയൂ? ഗദൈർ മാണിക്യത്വം ഗഗനമണിഭി. ഗഗനമണികള്, ഗഗനം എന്ന് പറഞ്ഞ ആകാശം, ആകാശമണി എന്നതുകൊണ്ട് സൂര്യനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ സൂര്യൻ ഇവിടെ ദ്വാദശാദിത്യന്മാരാണ്. ഗഗനമണിഭി എന്ന് പറഞ്ഞാല് 12 ആദിത്യന്മാരെ കുറിച്ച് പറയാറുണ്ട്. ദ്വാദശാദിത്യന്മാര് ഗദൈർ മാണിക്യത്വമാണ്. പത്മരാഗ കല്ലിന് അത് ആ കല്ലായി മാറിയിരിക്കുകയാണ് സൂര്യൻ. ദ്വാദശാദിത്യന്മാര് അവര് മാണിക്യക്കല്ലായി മാറി. എന്നിട്ടെന്താണ്? സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ന. ഭഗവതിയുടെ ആ തലയിൽ അണിഞ്ഞിരിക്കുന്ന ആ സ്വർണ കിരീടത്തില് സാന്ദ്രമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഗഗനമണികള്. അത് ഈ ഗഗനമണികള് സൂര്യൻ, ദ്വാദശാദിത്യന്മാര് പത്മരാഗ കല്ല് അല്ലെങ്കിൽ എന്താണ് മാണിക്യ കല്ലായി മാറിയിട്ട് ഭഗവതിയുടെ കിരീടത്തില് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗദൈർ മാണിക്യത്വം ഗഗനമണിഭി സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം. സ്വർണമയമാണ് ഭഗവതിയുടെ ആ കിരീടം. അപ്പോ സ നീടേ ഹിമഗിരിസുതേ കീർത്തയതിയ. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഭഗവതിയുടെ ആ കിരീടത്തിന്റെ സൗന്ദര്യം വർണ്ണിക്കുകയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാണ് സ നീടേ യച്ഛായ ചുരണശബളം ചന്ദ്രശകലം എന്നാണ്. ആ മാണിക്യ രത്നത്തിന്റെ കിരണങ്ങള്, ആ പ്രകാശ കിരണങ്ങള് ഭഗവതിയുടെ കിരീടത്തില് ചന്ദ്രക്കലയും ധരിച്ചിട്ടുണ്ട് ഭഗവതി. അപ്പൊ ആ ചന്ദ്രക്കലയില് ഈ ദ്വാദശാദിത്യന്മാര് അവര് മാണിക്യഭാവം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പ്രവഹിക്കുന്ന കിരണങ്ങൾ തട്ടിയിട്ട് ഈ ചന്ദ്രക്കല വിവിധ നിറങ്ങളാൽ തിളങ്ങുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആചാര്യസ്വാമികളുടെ ഭാവന നമ്മൾ നോക്കണം. ഈ 12 ആദിത്യന്മാര് മാണിക്യ കല്ലായി മാറിയിട്ട് കിരീടത്തിലുണ്ട്. അതിൽ നിന്നും പ്രവഹിക്കുന്ന കിരണങ്ങള് ഭഗവതിയുടെ ആ സ്വർണമയമായിരിക്കുന്ന കിരീടത്തിൽ ധരിച്ചിട്ടുള്ള ചന്ദ്രക്കലയിൽ തട്ടിയിട്ട് ആ ചന്ദ്രക്കല വിവിധ വർണ്ണങ്ങളാ അങ്ങനെ തിളങ്ങുകയാണ്. അത് കണ്ടാൽ ആരെങ്കിലും ആ കിരീടത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും ഈ ചന്ദ്രക്കല എന്നുള്ളത്, ആ ചന്ദ്രക്കലയെ കുറിച്ച് പറയാതിരിക്കില്ല ആൾക്കാർ എന്നുള്ളതാ. ഇത് കാണുമ്പോ എന്ത് പറയും? ശൗനാസീരമാണ്, ശൗനാസീരന്റെ വില്ലാണ് എന്ന് പറയുന്ന പറയുന്നത്. ശൗനാസീരൻ എന്ന് പറഞ്ഞാല് ഇന്ദ്രന്റെ,
ഇന്ദ്രന്റെ വില്ല് എന്താ? ഇന്ദ്രചാപം എന്ന് പറഞ്ഞാൽ മഴവില്ലല്ലേ? അപ്പൊ ഇത് കണ്ടിട്ട് ഇത് മഴവില്ലാണോ? ചന്ദ്രക്കലയല്ലേ? ഇത് വല്ല മഴവില്ലാണോ എന്നുവരെ ധിഷണാശാലികള് കവികള് വർണ്ണിക്കാതിരിക്കില്ല എന്ന് ആചാര്യസ്വാമികൾ പറയാറുണ്ട്. ആ ഭഗവതിയുടെ ശിരസ്സിൽ അണിഞ്ഞിരിക്കുന്ന കിരീടത്തിന്റെ മഹാത്മ്യത്തെയാണ്, അല്ലെങ്കിൽ അഭൗമമായ സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.